നമ്മുടെ 10th പ്രിലിംസ് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ SCRTയിൽ നിന്നുള്ള, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന ഏകദേശം ഒരു 120 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാലോ. നമുക്കറിയാം നമ്മുടെ 10th പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് SCRTയിൽ നിന്നായിരുന്നു കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, പരമാവധി SCRT ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, ശ്രീരംഗപട്ടണം സന്ധിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ശ്രീരംഗപട്ടണം സന്ധിയാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏതാ? 1792 മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ഏത്? ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ചോദിച്ചാൽ ഏതാ? 1792. ഇനി കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയും അവർക്ക് കപ്പം കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്ത വർഷം ഏതാണ്? കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയും അവർക്ക് കപ്പം കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്ത വർഷം ഏതാണ്? ഏതാ? 1792 തന്നെയാട്ടോ. ഓപ്ഷൻ ബി ആണ്, 1792 തന്നെയാണ്. നാലാമത്തെ ചോദ്യം: തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി നടന്ന വർഷം ഏതാണ്? തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി നടന്ന വർഷം ഏതാണ്? ഏതാ? അത് 1795. ഓപ്ഷൻ ഡി ആണ്, 1795. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. വർഷം 1792. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം 1792 തന്നെയാണ്. എന്നാൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി നടന്ന വർഷം ഏതാ? 1795. അഞ്ചാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതാരാണ്? മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജാവാണ്. അപ്പോൾ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എവിടെയാ? മലബാറിലാണ്. ഇനി ആറാമത്തെ ചോദ്യം: പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എന്നാണ്? പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എന്നാണ് 1805 നവംബർ 30-നാട്ടോ. 1805 നവംബർ 30-നാണ്. ഏഴാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ആര്? നമ്മുടെ പഴശ്ശിരാജാവ്. പുറത്തു നോക്കുക, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? പഴശ്ശിരാജാവ്. ഇനി പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിക്കൊണ്ട് സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവൽ ഏതാണ്? പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിക്കൊണ്ട് സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് ഏത്? കേരള സിംഹം എന്ന് പറയുന്നത്. അപ്പോൾ കേരള സിംഹം എന്ന നോവൽ എഴുതിയതാരാ? സർദാർ KM പണിക്കരാണ്. ഇനി പഴശ്ശിരാജാവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശിരാജാവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മാനന്തവാടിയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, മാനന്തവാടിയിലാണ്. പത്താമത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിലെ ബ്രിട്ടീഷുകാരുടെ അനിയന്ത്രിതമായ ഇടപെടലിനെതിരെ പ്രതിഷേധിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ അനിയന്ത്രിതമായ ഇടപെടലിനെതിരെ പ്രതിഷേധിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആരാ? വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷൻ എ, വേലുത്തമ്പി ദളവയാണ്. 11ാമത്തെ ചോദ്യം: കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിനെതിരെ പ്രതിഷേധിച്ച കൊച്ചിയിലെ ദിവാൻ ആരാണ്? കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചിയിലെ ദിവാൻ ആരാ? പാലിയത്തച്ഛനാട്ടോ. ഓപ്ഷൻ സി ആണ്, പാലിയത്തച്ഛനാണ്. 12ാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുണ്ടറ വിളംബരം എന്നാണ്. ഓപ്ഷൻ ബി, കുണ്ടറ വിളംബരം എന്നാണ്. 13ാമത്തെ ചോദ്യം: കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാ? കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാ? 1809 ജനുവരി 11-നാട്ടോ. 1809 ജനുവരി 11-നാണ്. ഇനി 14: ഏത് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്?
ഏത് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? ഏതാ? കോളിൻ മെക്കാളെ ആട്ടോ. ഓപ്ഷൻ ഏതാ? കോളിൻ മെക്കാളെ. ഓപ്ഷൻ ഡി കോളിൻ മെക്കാളെയാണ്. 15ാമത്തെ ചോദ്യം, വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാ? മണ്ണടി ക്ഷേത്രത്തിലാട്ടോ. മണ്ണടി ക്ഷേത്രത്തിലാണ്. 16ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ പാലിയത്തച്ഛനെ എവിടേക്കാണ് തിരുവിതാംകൂറല്ല, ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ എവിടേക്കാണ് നാട് കടത്തിയത്? ബ്രിട്ടീഷുകാര് പാലിയത്തച്ഛനെ നാട് കടത്തിയത് എങ്ങോട്ടാ? മദ്രാസിലേക്കാട്ടോ. ഓപ്ഷൻ സി മദ്രാസിലോട്ടാണ്. 17ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാര് വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? ബ്രിട്ടീഷുകാര് വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയായിരുന്നു? മണ്ണടിയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, മണ്ണടിയിലാണ്. ഇനി 18ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തിയത് നമ്മൾ പറഞ്ഞു എങ്ങോട്ടായിരുന്നു? മദ്രാസിലോ അല്ലെ, മദ്രാസിലോട്ടിലാണ്. ഇനി തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയ വിദേശികൾ ആരാണ്? തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയ വിദേശികളാണ് ആര്? ബ്രിട്ടീഷുകാരാ, ബ്രിട്ടീഷുകാര്. ഇനി ഏത് വിദേശികളുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത്? ഏത് വിദേശികളുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത്? ഏതാ? ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലാണ് അല്ലെ. ഓപ്ഷൻ സി ബ്രിട്ടീഷുകാരാണ്. ഇനി 21, ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത സ്ഥാപിതമായത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത സ്ഥാപിതമായ വർഷം ഏതാ? 1861 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിലവിൽ വരുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ബേപ്പൂർ ടു തിരൂരാണ്. ഓപ്ഷൻ എ ബേപ്പൂർ ടു തിരൂരാണ്. ഇനി മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാ? വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ ആണ്. 24, മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ഏതാ? മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ഏതാ? 1929 1929 മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കുന്നത്. 25, മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ? മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ? വില്യം ലോഗൻ കമ്മീഷൻ തന്നെയാട്ടോ. ആരാ? വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ഇനി പണ്ടാരം വക ഭൂമി എന്നറിയപ്പെടുന്നത് ഏതാ? പണ്ടാരം വക ഭൂമി എന്ന് അറിയപ്പെടുന്നത് ഏതാ? സർക്കാർ ഭൂമിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പണ്ടാരം വക ഭൂമി എന്ന് അറിയപ്പെടുന്നത്. 27, പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായിട്ട് നൽകിക്കൊണ്ടുള്ള വിളംബരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായിട്ട് നൽകിക്കൊണ്ടുള്ള വിളംബരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ്. ഏതാ? പണ്ടാരപ്പാട്ട വിളംബരമാണ്. അങ്ങനെയാണെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാ? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാ? 1865 അല്ലെ. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. 29, കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് 1896 തിരുവിതാംകൂറിൽ പാസാക്കിയ നിയമം ഏതാ? കുടിയാന് ഭൂമിയുടെ മേൽ അവകാശം നൽകിക്കൊണ്ട് 1896 തിരുവിതാംകൂറിൽ പാസാക്കിയ നിയമം ഏതായിരുന്നു? അതാണ് ജന്മികുടിയ നിയമം എന്നറിയപ്പെടുന്നത്. ഏതാ? ജന്മികുടിയ നിയമം എന്നറിയപ്പെടുന്നത്. അപ്പം 1865 പണ്ടാരപ്പാട്ട് വിളംബരമാണ്. 1896 ഏതാ? ജന്മികുടിയ നിയമമാണ്. ഇനി കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷ? 1914 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. 31, നിലമ്പൂരിൽ തേക്കിൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാ? നിലമ്പൂരിൽ തേക്കിൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാ? അദ്ദേഹത്തിന്റെ പേരിലല്ലേ ഇപ്പോൾ അറിയപ്പെടുന്ന കനോലി പ്ലാന്റ് അല്ലെങ്കിൽ
ഇവിടെ തേക്കിൻ തോട്ടം അറിയപ്പെടുന്ന എന്താ, കനോലി പ്ലാന്റ് എന്ന് തന്നെയല്ലേ. അപ്പോൾ നിലമ്പൂരിൽ തേക്കിൻ തോട്ടം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിച്ചാലും ആര് തന്നെയാണ്, കനോലിയാണ്. 32 ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നത് എവിടെയാണ്? ബ്രിട്ടീഷ് ഭരണകാലത്തിൽ കേരളത്തിന്റെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്ന സ്ഥലം ഏതായിരുന്നു? ആലപ്പുഴയാണ്. ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. 33 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെ തന്നെയായിരുന്നു? ആലപ്പുഴയാണ് അല്ലെ. അപ്പം വർഷം ഓർത്തു നോക്കുക, 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നത് എവിടെയാ? ആലപ്പുഴയിൽ. 34ാമത്തെ ചോദ്യം, പുനലൂർ പേപ്പർ മില്ല് ഏത് ജില്ലയിലാണ്? പുനലൂർ പേപ്പർ മില്ല് ഏത് ജില്ലയിലാണ്? പുനലൂർ പേപ്പർ മില്ല് കൊല്ലം ജില്ലയിലാണ് അല്ലെ. ഓപ്ഷൻ സി കൊല്ലം ജില്ലയിലാണ്. ഇനി അളഗപ്പ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? അളഗപ്പ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാ? കൊച്ചിയിലാട്ടോ. ഓപ്ഷൻ ഡി കൊച്ചിയിലാണ്. ഇനി കേരളത്തിൽ ബീഡി വ്യവസായം വളർന്നു വന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ബീഡി വ്യവസായം വളർന്നു വന്ന പ്രദേശം ഏതാ? കണ്ണൂരാട്ടോ. എവിടെയാ? കണ്ണൂരാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാ? നെടുങ്ങാടി ബാങ്ക് അല്ലെ. ഏതാ? നെടുങ്ങാടി ബാങ്ക് ആണ്. 38ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആരാ? വ്യാകരണ ഗ്രന്ഥമാണെങ്കിൽ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാ? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? അർണോസ് പാതിരി അല്ലെ. ഓപ്ഷൻ എ ആണ്, അർണോസ് പാതിരിയാണ്. 40ാമത്തെ ചോദ്യം, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാ? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാ? സംക്ഷേപ വേദാർത്ഥം അല്ലെ. സംക്ഷേപ വേദാർത്ഥമാണ്. എന്താ പ്രത്യേകത? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഏത്? സംക്ഷേപ വേദാർത്ഥം. 41 ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ആരാ? ബെഞ്ചമിൻ ബെയ്ലി അല്ലെ. ആരാ? ബെഞ്ചമിൻ ബെയ്ലിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? മറ്റാദ്യം ചോദിച്ചത് എന്താ? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആണ്. ഇവിടെ ചോദിക്കുന്നത് എന്താ? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അതാരാ? അത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ആരാ? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. 43ാമത്തെ ചോദ്യം, രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ആരായിരുന്നു? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തന്നെ കേട്ടോ. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. 44ാമത്തെ ചോദ്യം, രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് എവിടെ നിന്നാണ്? രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് എവിടെ നിന്നാണ്? എവിടുന്നാ? തലശ്ശേരിയിൽ നിന്നാണ് കേട്ടോ. എവിടെയാ? തലശ്ശേരിയിൽ നിന്നാണ്. 45 കേരളത്തിൽ ആദ്യമായിട്ട് വസൂരി തടയാനുള്ള കുത്തിവയ്പ് നടത്തിയത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് വസൂരി തടയാനുള്ള കുത്തിവയ്പ് നടത്തിയത് എവിടെയാ? മലബാറിലാട്ടോ. എവിടെയാ? മലബാറിലാണ്. 46ാമത്തെ ചോദ്യം, കേരളത്തിൽ നിലനിന്നിരുന്ന മാതാവ് വഴിയുള്ള പിന്തുടർച്ചാവകാശം ഏത് പേരിൽ അറിയപ്പെട്ടെ? കേരളത്തിൽ നിലനിന്നിരുന്ന മാതാവ് വഴിയുള്ള പിന്തുടർച്ചാവകാശം ഏത് പേരിൽ അറിയപ്പെട്ടത്? ഏത് പേരിലാ? മരുമക്കത്തായമാണ്. ഏതാ? മരുമക്കത്തായം എന്നാണ്. ഇനി തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കുന്നതിന് കാരണമായ സമ്പ്രദായം ഏതാ? തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന് മേൽ അവകാശം ലഭിക്കുന്നതിന് കാരണമായ സമ്പ്രദായം ഏതാ? മക്കത്തായമാണ്. ഓപ്ഷൻ ഡി ആണ്, മക്കത്തായമാണ്. അപ്പൊ മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കേരളത്തിൽ നിന്നിരുന്ന മാതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മരുമക്കത്തായം എന്നാണ്. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന് മേൽ അവകാശം ലഭിക്കുന്നതിന് കാരണമായ സമ്പ്രദായം ചോദിച്ചാൽ ഏതാ? മക്കത്തായവുമാണ്. 48ാമത്തെ ചോദ്യം, മാറ് മറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? മാറ് മറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ഉത്രം തിരുനാളാണ് അല്ലെ. ഉത്രം തിരുനാളാണ്. ആരാ? ഉത്രം തിരുനാളാണ്. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാ? 1888 അല്ലെ. 1888 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. 50ാമത്തെ ചോദ്യം, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ലഭിച്ച വർഷം ഏതാ?
ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറക്കാനുള്ള അവകാശം ലഭിച്ച വർഷം ഏതാ? 1859. 51ാമത്തെ ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വചനങ്ങൾ ഏത് ക്ഷേത്രത്തിലാണ് രേഖപ്പെടുത്തിയത്? ഏതിലാ? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാട്ടോ. ഓപ്ഷൻ ബി ആണ്, അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. 52ാമത്തെ ചോദ്യം, ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ബി, ശ്രീനാരായണ ഗുരു. 53, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ശ്രീനാരായണ ഗുരു തന്നെയാണ്. 54, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകനാരാ? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ആര് തന്നെയാ? ശ്രീനാരായണ ഗുരുവാണ്. 55ാമത്തെ ചോദ്യം, വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലൂടെയുള്ള അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന പ്രക്ഷോഭം ഏതാണ്? വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലൂടെയുള്ള അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന പ്രക്ഷോഭമാണ് ഇത്? വൈക്കം സത്യാഗ്രഹം അല്ലേ? ഇതാ വൈക്കം സത്യാഗ്രഹമാണ്. 56ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? TK മാധവനാണ്. 57ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ഏതാ? സവർണ ജാഥയാണ്. ഏതാ? സവർണ ജാഥയാണ്. ഓപ്ഷൻ സി ആണ്, സവർണ ജാഥയാണ്. 58ാമത്തെ ചോദ്യം, സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാരാണ്? സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. 59ാമത്തെ ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹം ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹം ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ? ഓപ്ഷൻ എ, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേളപ്പനാണ്. 61, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 62ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ്. 63ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ഏതാ? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ഏത് വർഷ? 1936 നവംബർ 12. ഓപ്ഷൻ എ ആണ്, 1936 നവംബർ 12. 64ാമത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഏതാ? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഏത് വർഷ? 1916. 65ാമത്തെ ചോദ്യം, 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വ്യക്തി ആരാണ്? 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വ്യക്തി ആനി ബസന്റ് ആണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കോഴിക്കോടെത്തിയ വർഷം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കോഴിക്കോടെത്തിയ വർഷം ഏതാ? 1920 അല്ലെ? ഓപ്ഷൻ ഡി ആണ്, 1920. 67ാമത്തെ ചോദ്യം, 1920 മലബാർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1920 മലബാർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാൽ? മഞ്ചേരിയിലാണ് അല്ലെ? ഓപ്ഷൻ ഡി, മഞ്ചേരിയിലാണ്. 68 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? പാലക്കാടാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്, പാലക്കാടാണ്. 69ാമത്തെ ചോദ്യം, കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കേരളത്തിലെ
ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് അല്ലെ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. 70ാമത്തെ ചോദ്യം, കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. 71ാമത്തെ ചോദ്യം, കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം ഏതാണ്? കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച സ്ഥലം ഏതായിരുന്നു? മലബാറാണ് അല്ലെ, എവിടെയാ? മലബാറിലാണ്. 72ാമത്തെ ചോദ്യം, മലബാറിലെ കർഷകരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? മലബാറിലെ കർഷകരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? മലബാർ കലാപം എന്ന പേരിലാണ്. 73 മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? മലബാർ കലാപം നടന്ന വർഷം 1921 മലബാർ കലാപം നടക്കുന്നത്. 74 പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പൻ അല്ലെ, കെ കേളപ്പനാണ്. പയ്യന്നൂരിൽ ആരാ? കെ കേളപ്പനാണ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും അതുപോലെ സഖാവ് എന്നറിയപ്പെടുന്ന പി കൃഷ്ണപിള്ളയാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. രണ്ടുപേരും ഓർത്തു വെക്കുക, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ പി കൃഷ്ണപിള്ള. 76 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏതാണ്? 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഇത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. 77 കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ വർഷം ഏതാ? കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് മാറിയ വർഷം ഏതാണ്? ഏത് വർഷം? 1939 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്തായിട്ട് മാറുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് മാറുന്നത്. 78 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം അല്ലെങ്കിൽ മലബാറിൽ നടന്ന പ്രധാന സംഭവം എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? കീഴരിയൂർ ബോംബ് കേസാട്ടോ. ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസാണ്. 79 മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം ഏതാ? മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം ഏതാ? ഏത് വർഷം? 1921. 80ാമത്തെ ചോദ്യം, ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത് ഏത് ജില്ലയിലാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത് ഏത് ജില്ലയിലാണ്? എവിടെയാ? പാലക്കാടാണ്. 81 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി, INCയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ. ഇനി മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരായിരുന്നു? ഹിച്ച്കോക്ക് ആണ് അല്ലെ, ഓപ്ഷൻ ബി ഹിച്ച്കോക്ക് ആണ്. 83 മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിച്ചതാരാണ്? മലബാർ കലാപത്തെക്കുറിച്ചിട്ട് പടപ്പാട്ട് രചിച്ചത് ആരായിരുന്നു? കമ്പളത്ത് ഗോവിന്ദൻ നായർ. ആരാ? കമ്പളത്ത് ഗോവിന്ദൻ നായർ. 84ാമത്തെ ചോദ്യം, ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? സി ശങ്കരൻ നായർ INCയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതായിരുന്നു? 1897 അമരാവതി സമ്മേളനമാണ്. 85 തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടയാക്കിയ സംഭവം ഏതാ? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടയാക്കിയ സംഭവം ഏതാ? മലയാളി മെമ്മോറിയൽ അല്ലെ, മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാ? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ളയാണ്. 88ാമത്തെ ചോദ്യം, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടം ഏത് പേരിൽ അറിയപ്പെടുന്നത്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മലയാളി മെമ്മോറിയൽ എന്നാണ്. 89ാമത്തെ ചോദ്യം, ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടം ഏതാണ്? ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഇത്? ഈഴവ മെമ്മോറിയൽ. അങ്ങനെയാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാ? 1896.
ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാ? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ്. 92ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപൻ ആരായിരുന്നു? നമുക്കറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഓപ്ഷൻ ബി രാമകൃഷ്ണ പിള്ളയാണ്. 93ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭം ഏതായിരുന്നു? നിവർത്തന പ്രക്ഷോഭമല്ല. ഏതാ? ഓപ്ഷൻ ഡി ആണ് നിവർത്തന പ്രക്ഷോഭം. ഇനി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1932 1932 നിവർത്തന പ്രക്ഷോഭം. 95 തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന് കാരണമായ പ്രസ്ഥാനം ഏതാണ്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന് കാരണമായ പ്രസ്ഥാനം ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. 96ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാ? 1938 ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാം? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ആര്? പട്ടം താണുപിള്ള. 98ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാ? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാ? 1946. 99 സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരം ഏതാ? ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരമാണ്. 100ാമത്തെ ചോദ്യം, മാപ്പിള കലാപം എന്നറിയപ്പെട്ട കലാപം ഏതാ? മാപ്പിള കലാപം എന്ന് അറിയപ്പെട്ട കലാപമാണ് ഏത്? മലബാർ കലാപം. 101ാമത്തെ ചോദ്യം, മലബാർ കലാപ കാലത്ത് കൊല്ലപ്പെട്ട മജിസ്ട്രേറ്റ് ആരാ? മലബാർ മജിസ്ട്രേറ്റ് ആരാ? മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആരാ? കനോലിയാണ്. കനോലിയാണ്. ഓപ്ഷൻ എ കനോലിയാണ്. 102ാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാ? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാ? അൽവാരോ വെൻഹോവ് ആണ്. ഓപ്ഷൻ എ ആണ് അൽവാരോ വെൻഹോവ്. 103ാമത്തെ ചോദ്യം, കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട വിദേശികൾ ആരാണ്? കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ട വിദേശികൾ ചോദിച്ചാൽ ആരാ? പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാര്. ഇനി ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാ? ചാലിയംകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാ? ഫത്തുഹുൽ മുബീൻ ആണ്. ഫത്തുഹുൽ മുബീൻ ആണ്. 105ാമത്തെ ചോദ്യം, എത്രാം നൂറ്റാണ്ടിലാണ് യൂറോപ്പുകാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തിയത്? ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്പുകാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തിയത്? ഏത് നൂറ്റാണ്ടിലാ? 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. 106ാമത്തെ ചോദ്യം, ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം രചിച്ചതാരാണ്? ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം രചിച്ചത് ആരാ? ഖാസി മുഹമ്മദ് ആട്ടോ. ഖാസി മുഹമ്മദ്. 107ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിച്ചത്? ഏത് വർഷമാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരുത്തി ഓടിച്ചത്? ഏത് വർഷം? 1663 1663 108ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. 109 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാ? 1741.
111 ചോദ്യം, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. 112 കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ഏത് രാജ്യമാണ്? കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ഏത് രാജ്യക്കാരായിരുന്നു? ബ്രിട്ടീഷുകാരാണ്. 113 ഹിസ്റ്ററി ഓഫ് കേരള എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാരാ? ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചത് ആരാ? സർദാർ KM പണിക്കരാണ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരളത്തിലെത്തിയ വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം ഏതാണ്? 1615 115 ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് സ്ഥലത്ത് കോട്ട പണിയാനുള്ള അനുവാദമാണ് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് നേടിയെടുത്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് സ്ഥലത്ത് കോട്ട പണിയാനുള്ള അനുവാദമാണ് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് നേടിയെടുത്തത്? 5 തെങ്ങ് അല്ലെ? ഓപ്ഷൻ 5 തെങ്ങാണ്. 116 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം സംഘടിത കലാപമാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം അല്ലെ? കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 117 മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ ഏതായിരുന്നു? വില്യം ലോഗൻ കമ്മീഷനാണ്. 118 ചോദ്യം, പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലം ഏതാണ്? പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലം കാപ്പാടാണ്. ഓപ്ഷൻ ബി കാപ്പാട്. 119 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആര്? ഗൗരവമുള്ള കാര്യമാണ്, ഗൗരി പാർവതിബായി. ഓപ്ഷൻ ബി ഗൗരി പാർവതിബായി ആണ്. 120 ചോദ്യം, അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതായിട്ട് ബന്ധപ്പെട്ട സംഭവം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന സംഭവമാണ് ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. അവസാനത്തെ ചോദ്യം 121 ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 അല്ലെ? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്.